ദേശാഭിമാനിയിൽ ലേഖന വിവാദമില്ല. പുറത്തുവന്ന വാർത്തകൾ നിഷേധിച്ച് എം സ്വരാജ്. കള്ളൻ വിജയൻ എന്ന ലേഖനം പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ആർക്കെതിരെയും ദേശാഭിമാനിയിൽ നടപടിയില്ല. നടപടിയുണ്ടെങ്കിൽ മറ്റുള്ളവരോട് പറയേണ്ട കാര്യവുമില്ല. വരാന്ത പതിപ്പ് വൈകിയത് സാങ്കേതിക കാരണങ്ങളാൽ. കാരണം വിശദീകരിക്കേണ്ട കാര്യമില്ല. എഡിറ്റർക്കെതിരെ നടപടിയെടുത്തിട്ടില്ല. എല്ലാ ലേഖനങ്ങളും കൊടുക്കണമെന്നില്ല. തെറ്റായ പ്രചാരണങ്ങൾ നടക്കുന്നു. പത്രം വിതരണം ചെയ്തില്ലെന്ന് പ്രചരിപ്പിച്ചു. VS അനുസ്മരണം ഒഴിവാക്കി എന്നത് തെറ്റെന്നും എം സ്വരാജ് വ്യക്തമാക്കി. നടക്കുന്നത് തെറ്റായ പ്രചാരണങ്ങൾ. ഇത് മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല. അച്ചടിച്ച പത്രം വിതരണം ചെയ്തില്ല എന്ന് പ്രചരിപ്പിച്ചു. ഒറ്റ മണിക്കൂറിൽ തന്നെ എത്ര വാർത്തകളാണ് മാറി മാറി വന്നത്. അച്ചടിച്ചത് വിതരണം ചെയ്തില്ല എന്ന് പിന്നീട് സൂചിപ്പിച്ചു. എല്ലാ വാർത്തകളും തെറ്റാണ്. അച്ചടിച്ച് വിതരണം ചെയ്തിട്ടില്ല എന്നത് തെറ്റ്. ലേഖനം അച്ചടിക്കാൻ തീരുമാനിച്ചു എന്നതും തെറ്റ്. സാങ്കേതിക കാരണങ്ങളാലാണ് പത്രം അച്ചടിക്കാൻ വൈകിയത്. ദേശാഭിമാനിയിൽ ഇങ്ങനെ ഒരു ലേഖനം ഇല്ല. വരാന്ത പതിപ്പിലേക്ക് നൂറുകണക്കിന് സൃഷ്ടികൾ വരും. ചിലത് പ്രസിദ്ധീകരിക്കും, ചിലത് മാറ്റിവെക്കും. അത് മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ല. ഓരോ മാധ്യമങ്ങളുടെയും ഡെസ്കിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടില്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. ദേശാഭിമാനിയിൽ എന്ത് കൊടുക്കണം എന്ത് കൊടുക്കേണ്ട എന്ന് നിങ്ങളല്ല തീരുമാനിക്കുന്നത്. KR അജയനെതിരെ നടപടിയെടുത്തുവെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? അങ്ങനെയൊരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഇനി സ്വീകരിച്ചാൽ മറ്റ് സ്ഥാപനങ്ങൾക്ക് എന്താണ് കാര്യം? നിങ്ങളുടെ ചാനലിൽ നിന്ന് നാടകീയമായ കാര്യങ്ങൾ ഉണ്ടായിട്ടില്ലേ? സ്ഥാപനത്തിന്റെ അച്ചടക്കം സംബന്ധിച്ച് നടപടിയെടുക്കേണ്ട സാഹചര്യമുണ്ടായാൽ അതുണ്ടാകും. ഇല്ലെങ്കിൽ അതുണ്ടാവുകയുമില്ല. നിങ്ങൾക്കും ദേശാഭിമാനിയിലേക്ക് അയക്കാം. പക്ഷേ അത് പ്രസിദ്ധീകരിക്കേണ്ടതാണ് എന്ന് ദേശാഭിമാനി തീരുമാനിക്കും. ദേശാഭിമാനിയുടെ ആഭ്യന്തര കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനില്ല. നടപടി സംബന്ധിച്ച ചോദ്യങ്ങളോട് ഞങ്ങൾ പ്രതികരിക്കേണ്ട കാര്യവുമില്ല. ദേശാഭിമാനിയുടെ ആഭ്യന്തരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നതിന് ഞാൻ മറുപടി പറയേണ്ടതുണ്ടോ? ഞാൻ ആരോടും വിശദീകരണം തേടിയിട്ടില്ല എന്ന് എം സ്വരാജ് മറുപടി നൽകി. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. മൺസൂണിന് വരവേൽക്കാനായിട്ട് നമ്മുടെ ഓട്ടുപാറല്ല അതെ മക്കളെ, നമ്മുടെ ഓട്ടുപാറ വടക്കാഞ്ചേരിയുള്ള സിൽക്ക് കട ഒരുങ്ങി കഴിഞ്ഞുട്ടോ. ഇവിടുത്തെ എല്ലാ സ്റ്റോക്കും വിറ്റൊഴിക്കാൻ പോവാണെന്ന്. എന്തൊക്കെ ഐറ്റംസ് ആണ് കണ്ടേ? എന്നാ പോരെ, ഈ കാണുന്ന എല്ലാ ഐറ്റംസും അപ് ടു 50% ഓഫിനാട്ടോ കൊടുക്കണേ. ടോപ്പുകളൊക്കെ 100 രൂപ മുതലുള്ള സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. ഈ കാണുന്ന സെറ്റ് സാരി ഒക്കെ നോക്കി 249 രൂപ ഉള്ളൂന്ന്. ഈ പുതപ്പൂര് പീസിന് 89 ഉള്ളൂ കേട്ടോ. അതേപോലെ ഈ ഒരു പീസ് പുതപ്പിന് 149 ഉള്ളൂ കേട്ടോ. പാവാട 2 പീസ് 150. മാക്സി ഒക്കെ 150 മുതലുള്ള സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഡബിൾ മുണ്ടൊക്കെ ഉണ്ടല്ലോ, ഒരു പീസ് 150 ഉള്ളൂ കേട്ടോ. കാവിമുണ്ട് ഒരു പീസ് വെറും 100 ഉള്ളൂ കേട്ടോ. അതേപോലെ കളർ മുണ്ട് 2 പീസ് 150 ഉള്ളൂ. തോർത്ത് 4 പീസിന് 100 രൂപ. പാട്ടിൽ ഒരു പീസിന് 100 രൂപ. എടോ 2 പീസ് ലെഗിൻസിന് 150 ഉള്ളൂന്ന്. ഫാമിലി ബെഡ്ഷീറ്റ് ഒരു പീസ് 199 ഉള്ളൂ കേട്ടോ. ബ്ലാങ്കറ്റ് ഒരു പീസ് 299 ഉള്ളൂന്ന്. ഈ ഒരു പൊന്നാടക്കൊക്കെ ഉണ്ടല്ലോ വെറും 75 രൂപ ഉള്ളൂ കേട്ടോ. ട്രാക്ക് പാന്റ് ഒരു പീസ് 160. ബർമുഡ ഒരു പീസ് 99. ബ്ലൗസ് പിറ്റ് 2 എണ്ണം 100. കുട്ടികളുടെ നിക്കറ് 5 പീസ് വെറും 100 രൂപ ഉള്ളൂന്ന്. സെറ്റ് സാരി അതേപോലെ സെറ്റ് മുണ്ട് പകുതി വിലക്കാ കൊടുക്കണേന്ന്. ജെഗിൻസ് ഒക്കെ ഒരു പീസ് 100 രൂപ ഉള്ളൂ കേട്ടോ. ഷർട്ട് നോക്കി 200 രൂപ മുതലാട്ടോ ഇവിടെ സ്റ്റാർട്ടിങ്. അതേപോലെ ഷർട്ട് പീസ് അപ് ടു 50% ഓഫ്. നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നത് ഓട്ടുപാറ വടക്കാഞ്ചേരിയിലെ സിൽക്ക് ഗാർഡനിലാണ് കേട്ടോ. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook